ഭർത്താവട്ടെ ഭാര്യയുടെ സി സെക്ഷൻ കഴിഞ്ഞ മുറിവില് കിസ് ചെയ്യുന്നു. അതവരുടെ പ്രണയത്തിന്റെ ചിഹ്നമാണെന്ന് ഭർത്താവ് അവളോട് സ്നേഹത്തോടെ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഉടനടി ബാത്റൂമിലേക്ക് പോയ അയാളാവട്ടെ ഭാര്യയുടെ സി സെക്ഷൻ മുറിവിനെ കുറിച്ച് ഓർത്ത് ഓക്കാനിക്കാൻ ആരംഭിക്കുന്നു. കാരണം അയാൾക്ക് ഭാര്യയെ കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവള് അയാളുമായി അടുത്തിടപഴകാൻ ശ്രമിക്കുന്ന നിമിഷങ്ങളിലെല്ലാം അവൾ തന്റെ കുഞ്ഞിനെ ജന്മം നൽകിയത് കൊണ്ട് തന്നെ ക്ഷീണിതയാണ്, റെസ്റ്റാണ് അവൾക്കിപ്പോൾ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇയാൾ അവളെ തീർത്തും അവഗണിക്കുമായിരുന്നു. തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറുന്നേ എന്ന് പെൺകുട്ടി തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുമാത്രമല്ല അയാളുടെ ഈ അവസ്ഥയെ ചൊല്ലി പെൺകുട്ടിക്ക് വല്ലാത്ത വിഷമവും തോന്നുന്നുണ്ട്. പെൺകുട്ടി അവിടെ ഒരു ടോപ്പ് ലോയർ ആയിരുന്നു. ഒരു ദിവസം ഒരു പെൺകുട്ടി അവളുടെ അടുത്ത് എത്തിയിട്ട് തന്റെ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് അവന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യിക്കണമെന്നും അതുമാത്രമല്ല ഭാര്യയുടെ സ്വത്തുവകകളെല്ലാം തന്റെ ഭർത്താവിന് വന്നു ചേരണമെന്നും അവളോട് ആ പെൺകുട്ടി ആവശ്യപ്പെടുന്നുണ്ട്. പെൺകുട്ടി കൊണ്ടുവന്ന ഡോക്യുമെന്റ്സിലെ ഫോട്ടോ കണ്ടപ്പോഴാണ് അത് തന്റെ ഭർത്താവ് തന്നെയാണെന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത്. എന്നാൽ പെൺകുട്ടി അവിടെ ആ സത്യം ആ സ്ത്രീയോട് വെളിപ്പെടുത്തുന്നില്ല. പകരം വിവാഹം കഴിഞ്ഞിരിക്കുന്ന യുവാവിനെ എന്തിനാണ് സ്നേഹിക്കുന്നതെന്ന് ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അവളുടെ ബോയ് ഫ്രണ്ടിന് ഭാര്യയെ തീരെ ഇഷ്ടമല്ല എന്ന്. ഇത് കേട്ട പെൺകുട്ടി എപ്പോഴാണ് അവർ തമ്മിൽ ഡേറ്റിംഗ് ആരംഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ വളരെ സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പാണ് താൻ തന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തുന്നതെന്ന്. അവൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ വളരെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് പെൺകുട്ടി അവനൊരു ലോലിപോപ്പ് കൊടുത്തിട്ട് അവന്റെ ഫാമിലിയിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ സുഖപ്പെടുമെന്ന് പറയുന്നു. ആ ഒരു ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ ആ യുവാവ് അവളുമായി പ്രണയത്തിലാവുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമായിരുന്നു പെൺകുട്ടി അവരിരുവരുടെയും കുഞ്ഞിന് ജന്മം നൽകിയെന്ന്. ആ സ്ത്രീയെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയാവട്ടെ നിന്റെ ബോയ് ഫ്രണ്ടിന് ഒരു കുട്ടിയുള്ളവരും നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്ത്രീയാവട്ടെ അവളോട് ചോദിക്കുന്നുണ്ട് അതിനിപ്പോ എന്താ കുഴപ്പം, ഭാര്യയെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം തന്നെ ആ കുട്ടിയുടെ സ്റ്റെപ്പ് മദർ ആക്കാമെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ടെന്ന് തന്നെ ആ സ്ത്രീ അഹങ്കാരത്തോടെ പറയുന്നു. അവസാനം ആ പെൺകുട്ടി വളരെയധികം ചിരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെയും പറയുന്നുണ്ട് ബോയ് ഫ്രണ്ടിന് അവന്റെ ഭാര്യയെ തീരെ ഇഷ്ടമല്ലെന്നും ആ പെൺകുട്ടിയുടെ വയറ്റിലാവട്ടെ ഒരു വൃത്തികെട്ട മുറിവുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുകയും അതിനുശേഷം ബോയ് ഫ്രണ്ടും അവളും ഒരുമിച്ചുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള രംഗങ്ങൾ അവളോട് പറയുകയും ചെയ്യുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവിനെ കുറിച്ചുള്ള അവസാന പ്രതീക്ഷയും നഷ്ടപ്പെടുന്നുണ്ട്. വളരെയധികം ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ തന്നെ ആ സ്ത്രീയോട് അവളെ സഹായിക്കാമെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. ആ സ്ത്രീ സന്തോഷത്തോടെ ഓഫീസ് വിട്ട് പോയതിനു ശേഷം പെൺകുട്ടി അവൾ നൽകിയ ഇൻഫോർമേഷൻസ് എല്ലാം വലിച്ചു കയറി ചുരുട്ടിക്കൂട്ടുന്നുണ്ട്. അതിനുശേഷം അസിസ്റ്റന്റിനെ വിളിച്ച് 6 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ഭർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികളെ കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും അതുമാത്രമല്ല അയാളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഷെയർസും പിൻവലിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. പെൺകുട്ടിക്ക് അറിയണമായിരുന്നു അവളില്ലാതെ ഭർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്.